ആ എല്ലാരും വലിയ ചർച്ചയിലാണല്ലോ. ഞങ്ങളൊരു ട്രിപ്പിൾ പ്ലാൻ ചെയ്യാം. നടക്കട്ടെ നടക്കട്ടെ. അതെ, അവൻ നാളെയല്ലേ പോണം. അതെ, നിങ്ങൾ ടോപ്പിക്കിന്ന് മാറില്ലേ? എടാ ഇത് അത്ര വലിയ തിങ്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. താങ്ക്സ്, ഞാൻ ബുക്ക് വായിച്ചോളാം. എടാ ഇതല്ല, നമ്മൾ എന്തായാലും ഒരാഴ്ച ട്രിപ്പ് പോകുന്നു. നമുക്ക് അടുത്ത് വല്ല വെറൈറ്റി സ്ഥലവും പോവാം. വല്ല പുഴയോ വല്ല കാടോ ഷാപ്പോ. അതെ അതെ അതെ, അതന്നെ നല്ല ഐഡിയ അല്ലേ. നമ്മൾ എന്തായാലും പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ അറിയാവുന്ന സ്ഥലം അല്ലെങ്കിൽ നമ്മൾ അവിടെ കിടന്ന് ചുറ്റും അത് ശരിയാ, കൈ പൈസയൊക്കെ നിൽക്കും അങ്ങനെയാണെങ്കിൽ. പക്ഷെ അവിടുത്തെ താമസവും ഒരാഴ്ച എന്നൊക്കെ പറയുമ്പോ, പക്ഷെ റിസോർട്ടിനെ കുറിച്ച് ആരും ചിന്തിക്കണ്ട. അതല്ലേ ഞാൻ പറഞ്ഞേ, നമുക്ക് പോകുന്നിടത്ത് വല്ല അറിയാവുന്ന 2 ദിവസം നിൽക്കാലോ. ഇത് വല്ലതും നടക്കോ? ചുമ്മാ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. മെനക്കേടൊന്നുമില്ല, സംഭവം സെറ്റാ. നിങ്ങൾക്ക് താമസിക്കാൻ ഒരു വീടും അടിച്ചു പൊളിക്കാൻ കുറേ സ്ഥലവും അതല്ലേ, അത് നമ്മുടെ കയ്യിലുണ്ട്. മതിയല്ലോ ബിബിഷേ. ഏതാ വീട്? ആരുടെ വീടാടാ? ആ നമ്മുടെ പരിചയത്തിലൊരു മുതലാളി ഉണ്ട്, 4-കുന്ന് വീട്ടിലെ സ്കറിയ മുതലാളി. പുള്ളിയുടെ വീടാണ് കാര്യം. പിന്നെ പുള്ളിക്ക് അവിടെ കുറച്ച് അല്ലറച്ചില്ല സ്ഥലം വീടൊക്കെ ഉണ്ട്. അതിലൊരെണ്ണം നമുക്ക് അറേഞ്ച് ചെയ്തെടുക്കാം. പിന്നെ സ്ഥലം കുറച്ച് ദൂരെയാ, ഹൈ റേഞ്ച് ആണ്. പക്ഷെ നിങ്ങൾക്ക് അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാനത് അറേഞ്ച് ചെയ്ത് തരാം. നോ വേ മാൻ, നിങ്ങളുടെ കൂടെ വന്നാൽ എനിക്ക് 2 months ആയിട്ട് പ്ലാൻ ചെയ്തേക്കുന്ന ബുക്സ് ഒന്നും റീഡ് ചെയ്യാൻ പറ്റില്ല. നിന്റെ ബുക്കും പുസ്തകം എല്ലാം പൊതിഞ്ഞെടുത്തോണ്ട് പോവാ, നമുക്ക് അവിടെ കൊണ്ടുവച്ച് വായിക്കാം. പോരെ? ഓക്കെ ഓക്കെ.